ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 സ്റ്റോക്കുകൾ, സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ്. ഇപ്പോൾ 1 lakh to 5 crores വരെ റിട്ടേൺ തരുന്ന സ്റ്റോക്കുകളാണ്. അതായത് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കുകളാണ്. 2021 നമുക്ക് മേടിക്കാൻ പറ്റിയ മൾട്ടി ബാഗർ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല ഒരു ഫണ്ടമെന്റൽസ് ഉള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന നല്ല പ്രോഡക്ട്സ് ഒക്കെ നല്ല ഡിമാൻഡുള്ള സ്റ്റോക്കുകളാണ്. ഇപ്പോൾ ഓരോ സ്റ്റോക്കിന്റെ അനാലിസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 5 സ്റ്റോക്കിൽ ഓരോ സ്റ്റോക്കായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്ക് ഞാൻ ചൂസ് ചെയ്യാനായിട്ട് കാരണം ഈ സ്റ്റോക്ക് പുതിയൊരു ഫേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാസ്റ്റ് 3 months ആയിട്ട് 30% റിട്ടേൺ ഉണ്ട്. പിന്നെ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയുടെ സ്റ്റോക്കാണ്. ടാറ്റ ഗ്രൂപ്പ്സിന്റെ എല്ലാം തന്നെ നമുക്കറിയാം നല്ല ഡിമാൻഡിങ് ആണ്. അപ്പോൾ ഈ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് മെയിൻലി ടാറ്റ ഗ്ലോബൽ ബിവറേജസ്, അതായത് ടീ, കോഫി, വാട്ടർ, അതൊക്കെയാണ് ആ ബ്രാൻഡഡ് ബിവറേജസ് ആണ് ഇവർ മെയിനായിട്ട് ഉൽപ്പാദനം ചെയ്യുന്നത്. കറണ്ട് പ്രൈസ് 624 ആണ്. ദെൻ 214 ലോ 52-week ലോയിൽ നിന്നും 624 ഈ ഒരു ലെവലിലാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. ഏകദേശം 52-week ഹൈ റീച്ച് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 57,532, സ്റ്റോക്കിന്റെ PE 65.3, ബുക്ക് വാല്യൂ 153, ഡിവിഡൻഡ് ഈൽഡ് നൽകുന്നുണ്ട് 0.43%, ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി 5.91%, ദെൻ ROCE 9.54% ഉണ്ട്. പിന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് ഹിസ്റ്ററി നമുക്ക് നോക്കിയാൽ ഏപ്രിൽ ശേഷം നല്ല ഒരു മുകളിലേക്ക് പോകുന്ന ഒരു ഗ്രാഫ് കാണാനായിട്ട് സാധിക്കുന്നു. നല്ല ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ്. 40.90, ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്ക് ആണ്. പിന്നെ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സിൽ ഇവരാണ് ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്നത്. ടാറ്റ കൺസ്യൂമേഴ്സ് ആണ്. പ്ലാന്റേഷൻ പ്രോഡക്ട്സ്, ടീ ഇൻഡസ്ട്രിയിൽ ബോംബെ ബറ, ദെൻ CCL പ്രോഡക്ട്സ്, ടാറ്റ കോഫി, ഗ്രോസൽ ഇന്ത്യ, മെക്ലിക്കോട്ട് റസൽ തുടങ്ങിയ സ്റ്റോക്കിലാണ് കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. പിന്നെ സെയിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ മാസത്തേക്കാളും ഇൻക്രീസ് ആയിട്ട്, മാത്രമല്ല കണ്ടിന്യൂസ് ഇൻക്രീസ് ആണ് ഈ ഒരു സ്റ്റോക്ക് കാണിച്ചിരിക്കുന്നത്. എവിടെയും ഡിപ്പായിട്ടില്ല ഇതുവരെ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതുപോലെ ഇൻക്രീസ് ആയിരിക്കുന്നു. ലാസ്റ്റ് ഒരു മന്തിനേക്കാളും കുറച്ചൊന്ന് ഡിപ്പായെന്ന് മാത്രം. ബട്ട് സെയിൽസ് കമ്പാരിറ്റീവ്ലി ഇൻക്രീസിങ് ആയിക്കൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ഇരുന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് അതുപോലെ തന്നെ ഇൻക്രീസ് ആയി. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, റിസർവ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു, ദെൻ ഫിക്സഡ് അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു, വിച്ച് ഇസ് എ പോസിറ്റീവ് തിങ്. ദെൻ FIA ഇൻക്രീസ് ആയി, DA ഇൻക്രീസ് ആയിരിക്കുന്നു. DA കുറച്ചൊന്ന് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പായി, പക്ഷെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ കമ്പാരിറ്റീവ്ലി പുതിയൊരു ഫേസ് എടുക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ടാറ്റ കൺസ്യൂമർ, പ്രത്യേകിച്ച് FMCGയിൽ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ എല്ലാ പ്രോഡക്ട്സും നല്ല ഡിമാൻഡബിൾ ആണ്. ടാറ്റ ഗ്രൂപ്പിന്റെ ആയതുകൊണ്ട് നല്ല 30% റിട്ടേൺ ആണ് പാസ്റ്റ് മന്ത് ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് നൽകുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. അതായത് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൾട്ടി ബാഗർ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടാറ്റ കൺസൾട്ടൻസീസ്, TCS തന്നെയാണ്. ഈ നമുക്കറിയാം IT സ്റ്റോക്കിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ഡിമാൻഡബിൾ, എപ്പോഴും ഡിമാൻഡുള്ള സ്റ്റോക്ക് തന്നെയാണ് TCS. കറണ്ട് പ്രൈസ് 3,175, 52-week ലോ 1,504, 52-week ഹൈ ഇപ്പോൾ 3,230, ഏകദേശം 52-week ഹൈ റീച്ച് ആവുന്നുണ്ട്. സ്റ്റോക്കിന്റെ PE 336.4, വിച്ച് ഇസ് വെരി ലെസ് ദാൻ കമ്പയർ ടു കറണ്ട് പ്രൈസ്. ഡിവിഡൻഡ് ഈൽഡ് 1.04, ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി 37.3, ROCE 47.8. സോ വാല്യുവേഷൻ വൈസ് ഈ ഒരു സ്റ്റോക്ക് ബെറ്റർ ആണ്. വേൾഡ് ലാർജസ്റ്റ് ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ ആണ് ലാസ്റ്റ് 50 years ആയിട്ട് ഈ ഒരു സ്റ്റോക്ക്. സോ നല്ല ഒരു സ്റ്റോക്കാണ്. ബിസിനസ് IT-യിൽ നല്ല ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഡെപ്റ്റ് ഫ്രീ ആണ്. 3 years ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട് 52.46%. പിയർ കമ്പാരിസണിൽ ഫസ്റ്റ് പ്ലേസ് ആണ് ഇവർക്ക്. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര, L&T, മൈൻട്രി, HCL ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കിലാണ്. സെയിൽസ് നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. സെയിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വർഷാവർഷം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരിടത്തും ഡിപ്പാവുന്നില്ല. നെറ്റ് പ്രോഫിറ്റ് അതുപോലെ നല്ലോണം ഇൻക്രീസ് ആവുന്നു. ദെൻ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയി.
ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് കമ്പാരിറ്റീവ്ലി ബെറ്റർ, ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഫ്രം ദ ഇയർ സെപ്റ്റംബർ 2018 ടു ഡിസംബർ 2020. FIA ഇൻക്രീസ് ആയിട്ടുണ്ട്. TA ഓൾസോ കമ്പാരിറ്റീവ്ലി ബെറ്റർ. ഗവൺമെൻറ് പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും ഇൻക്രീസ് ആയിരിക്കുന്നു. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് മൾട്ടി ബാഗർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് നമ്മൾ അലംബിക് ഫാർമസ്യൂട്ടിക്കൽ, ഈ ഒരു സ്റ്റോക്ക് ഇതാണ് ഓൾഡസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ആൻഡ് അലംബിക്സ് ഫാർമസ് മെയിൻലി ഡെവലപ്മെന്റ് മാനുഫാക്ചറിങ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ആണ് ഇവരുടെ മെയിൻ ജോബ്. കറണ്ട് പ്രൈസ് 1097, 52 വീക്ക് ലോ 435, 52 വീക്ക് ഹൈ 1150, ഏകദേശം നിയർ ആയി ഈ ഒരു സ്റ്റോക്ക് 52 വീക്ക് ഹൈ നിയർ ആയി. PE 20.4, which is very less than the current price. Dividend 0.64, face value 2, ROE 28.1, book value 233, ROCE 24.2% ആണ്. ഇപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ഇൻക്രീസിങ് ചാർട്ടാണ് കാണിക്കുന്നത്. പോസിറ്റീവ് മാത്രമേ ഈ സ്റ്റോക്കിൽ പറയാനായിട്ടുള്ളൂ. ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. CAGR ലാസ്റ്റ് നല്ല 5 years ആയിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 years ആയിട്ട് 24.32%. പിന്നെ കമ്പനി ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ് 19.59%. അപ്പോൾ പിയർ ഗ്രൂപ്പിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ബെറ്റർ പെർഫോമൻസ് ആണ് കാഴ്ചയുള്ളത്. ബാക്കി പിയർ കമ്പാരിസൺ ഡോക്ടർ റെഡ്ഡീസ് ലാബ്, സിപ്ല, ബയോകോൺ, ഓറോബിൻഡോ ഫാർമ, ടൊറന്റ് ഫാർമ, ഈ സ്റ്റോക്കിൽ കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് ഒക്കെ ഇവർക്ക് നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നല്ല ഇൻക്രീസ് ആയി. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ എല്ലാം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് 69.78 ലാസ്റ്റ് മന്തിനേക്കാളും ഇൻക്രീസ് ആയിട്ടുണ്ട്. FIA കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണെന്ന് തന്നെ പറയാം. പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നല്ല റിട്ടേൺസ് തരുന്ന മൾട്ടി ബാഗർ ആവാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ദെൻ ഫോർത്ത് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഫോർത്ത് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്ക് മെയിൻലി ഓഫ് ടയേഴ്സ്, കൺസ്ട്രക്ഷൻ, മൈനിങ്, ഇത് ഈ ഒരു ബിസിനസ്സാണ് ഇവർക്കുള്ളത്. കറണ്ട് പ്രൈസ് 1688, 52 വീക്ക് ലോ 678 നിന്നും 1688 ഈ ഒരു ലെവൽ വരെ ഈ ഒരു സ്റ്റോക്ക് എത്തിയിരിക്കുകയാണ്. ഡിവിഡൻഡ് ഈൽഡ് 1.18%, ഫേസ് വാല്യൂ 2, റിട്ടേൺ ഓൺ ഇക്വിറ്റി 17.1, ROCE 16.9 ഉണ്ട്. സ്റ്റോക്കിന്റെ PE 34 ആണ്. അപ്പോൾ നല്ല ഇൻക്രീസിങ് ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ് 27.10. ടയർ ആണ് ഇവരുടെ മെയിൻ ഇൻഡസ്ട്രി. ടയർ സെക്ടറിൽ ഇവർ സെക്കൻഡ് പൊസിഷനിലാണ് നിൽക്കുന്നത് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ദെൻ സെയിൽസ് കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡബിൾ ആയി. ദെൻ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ റിസർവ്സ് നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ദാറ്റ് ഇസ് എ പോസിറ്റീവ് തിങ്. FIA ഇൻക്രീസ് ആയിട്ടുണ്ട്. പബ്ലിക് ഓൾസോ ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് വാല്യുവേഷൻ, ഫണ്ടമെന്റൽ, ഫിനാൻഷ്യൽ എല്ലാം തന്നെ കൊള്ളാം. മൾട്ടി ബാഗർ ആവാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് സീൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HCL ടെക്നോളജീസ് ആണ്. സെക്കൻഡ് നമ്മൾ TCS കഴിഞ്ഞ് പ്രധാനമായിട്ടും വരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്, മെയിൻലി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ. സോ HCL ടെക്നോളജി നെക്സ്റ്റ് ഫോക്കസ് ചെയ്യാം. കറണ്ട് പ്രൈസ് 1062, 52 വീക്ക് ലോ 375, 52 വീക്ക് ഹൈ 1065. അപ്പോൾ ഏകദേശം 52 വീക്ക് ഹൈ എത്തിക്കഴിഞ്ഞു ഈ ഒരു സ്റ്റോക്ക്. ഡിവിഡൻഡ് ഈൽഡ് 0.66%, ഫേസ് വാല്യൂ 2, റിട്ടേൺ ഓൺ ഇക്വിറ്റി 23.7% ആണ്. ബുക്ക് വാല്യൂ 209. സ്റ്റോക്കിന്റെ PE 23, വിച്ച് ഇസ് വെരി ലെസ് ദാൻ ദ കറണ്ട് പ്രൈസ്. ദെൻ ROCE 27.4. നല്ല ഡെപ്റ്റ് ഫ്രീ ആണ്. ലാസ്റ്റ് 3 years ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്. നെഗറ്റീവ് ആയിട്ട് ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ പറയാനായിട്ടില്ല. മീഡിയം സെയിൽസ് ലാസ്റ്റ് 10 years ആയിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട് 18.13%. അപ്പോൾ തേർഡ് പൊസിഷനിലാണ് ഈ ഒരു സ്റ്റോക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സെയിൽസ് നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു വിത്തൗട്ട് എനി ഡിപ്പ്. അത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ലൈബിലിറ്റീസ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസത്തെക്കാളും. ദെൻ ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ്
ഒരേപോലെ മാർച്ച് മാസം തൊട്ട് മാർച്ച് 2020 ടു സെപ്റ്റംബർ 2020 ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. FIDA കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഒരു 5 സ്റ്റോക്കുകളാണ് ബെസ്റ്റ് മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ എന്ന് പറയാം. 1 lakh to 5 crores ആണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റെയിലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ടീമർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.